മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സീമന്തിനെ ദേഷ്യത്തോട് കൂടിയിട്ട് മേഘനാഥനോട് പറയണേ കേട്ടോ, കരുണയുടെ അച്ഛനെ വീട്ടുമുറ്റത്ത് വെച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത്. അച്ഛനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ചിട്ടാണോ ഗുണ്ടകൾ നല്ല കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയണേ കേട്ടോ. അവനൊന്നും പറ്റിയില്ലേ ചോദിക്കുന്നത്. ഇല്ല, അവനൊന്നും പറ്റിയിട്ടില്ല, ആ കൊടുത്ത ഗുണ്ടകൾ തന്നെയാണ് തിരിച്ച് പണി കൊടുത്തിരിക്കുന്നത് എന്നിങ്ങനെ പറയണേ കേട്ടോ. അതാരായാലും ശരി, അവരെ ഞാൻ ശരിയാക്കാം എന്നിങ്ങനെ പറയണ്. നീ ശരിയാക്കാനൊന്നും പോവണ്ട, നിൻ്റെ തടി കേടാവാതെ നീ സൂക്ഷിച്ചോ എന്നിങ്ങനെ സീമന്തിന് മേഘനാഥനോട് പറയണ കേട്ടോ. കണ്ണനെ സോപ്പിട്ട് നിന്നതായിരുന്നെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരുന്നു. ഇവിടെ ഒരു കൊച്ചുണ്ട്, അതിനെ പറഞ്ഞു വിടാൻ എന്തെങ്കിലും വേണ്ടേ എന്നിങ്ങനെ സീമന്തിന് പറയണ കേട്ടോ. ഇത് ശരി, മേഘേട്ടനെ കെട്ടരുത് എന്ന് പറഞ്ഞതാണ്. ഞാൻ എൻ്റെ നിർബന്ധപ്രകാരം കെട്ടിയതല്ലേ, എൻ്റെ സ്വർണം കൊണ്ടുവന്നിട്ടാണോ നിങ്ങളുടെ കൊച്ചിനെ കൊട്ടിച്ച് വിടേണ്ടത് എന്നിങ്ങനെ പറയണേ. അല്ല, ഇവിടെ കുറച്ചുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ എന്തെങ്കിലും ചേർത്തിട്ട് കൊടുക്കാമായിരുന്നു. എന്തായാലും ഇനി അത് നടക്കില്ല. അവൻ എല്ലാ കാര്യത്തിനും നിന്നേനെ, അതുപോലെ തന്നെ സോതി മോൾക്കും എന്തെങ്കിലും കൊടുത്തേനെ എന്നിങ്ങനെ പറയും. മതി മതി, നിങ്ങൾ ഇനി ഇങ്ങനെ വഴക്ക് കൂടണ്ട എന്നിങ്ങനെ മേഘനാഥൻ പറയണം കേട്ടോ. അവൻ്റെ കാര്യത്തിൽ ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുക്കാം എന്നിങ്ങനെ പറയണം. അതിനുശേഷം മഞ്ജു ഇങ്ങനെ പറയണേ, 2 ദിവസം കൂടി നിന്നിട്ട് വന്നാൽ മതിയായിരുന്നു. ഇപ്പം സമാധാനമായില്ലേ, നേരത്തെ ഇങ്ങോട്ട് വരണം, ഇവിടെ എന്താണോ നടന്നത് എന്ന് അറിയണം എന്ന് പറഞ്ഞതിന് ശേഷം കലി തുള്ളിയിട്ട് മഞ്ജു അകത്തേക്ക് പോവുകയാണ് കേട്ടോ. പിന്നീട് മഹി കണ്ണൻ്റെ കാലിലിങ്ങനെ തൈലെടുത്ത് ഇങ്ങനെ ഒഴിയാണ് കേട്ടോ. അതേസമയം കണ്ണനോട് പറയുന്നുണ്ട്, ഒന്ന് വിരൽ ചലിപ്പിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കണ്ണൻ പറയാണ്, ഇപ്പം തനിക്ക് ഏത് സമയവും ഇത് തന്നെയാണല്ലോ, എന്താ ചലിപ്പിക്കൽ പെട്ടെന്ന് മറ്റേ പോവുക എന്ന് വിചാരിച്ചിട്ടാണോ എന്നിങ്ങനെ പറയണ്. അങ്ങനെയല്ല, തോമസ് വൈദ്യർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരിക്കൽ ചലിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് പോവില്ല എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. ഏതായാലും തോമസ് വൈദ്യർ പറഞ്ഞ പോലെ തന്നെ കണ്ണേട്ടൻ്റെ തന്നെ അടുത്ത് പോയി അടുത്ത് ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ കണ്ണേട്ടൻ്റെ മറ്റേ കാലും ചലിപ്പിക്കാൻ പറ്റും. പിന്നെ കണ്ണേട്ടനെ പതുക്കെ നടക്കാൻ പറ്റും. കണ്ണേട്ടൻ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം നമുക്ക് കിട്ടും കണ്ണേട്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണന് ഒരുപാട് സന്തോഷമാണ്. എനിക്കും ഇപ്പോൾ പ്രതീക്ഷയുണ്ട്, തോമസ് വൈദ്യരെ ഇപ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. വരുന്നവരെ എൻ്റെ രണ്ടാനമ്മയ്ക്ക് എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു എന്നറിയോ. ആ രണ്ടാനമ്മയാണ് മരുന്നിലിങ്ങനെ ഇത് ചെയ്തത്, അതൊക്കെ ഒരു അഭിനയമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. മേഘനാഥൻ യാത്ര കഴിഞ്ഞ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ വീണ്ടും സൂക്ഷിക്കണം എന്നിങ്ങനെ പറയണ്. കണ്ണേട്ട, നമുക്ക് ഏതോ ഒരു ശക്തിയുണ്ട്, നമ്മളെ 2 ആളെ രക്ഷിച്ചത് ഒരാൾ തന്നെയാണെന്നാണ് എൻ്റെ സംശയം. ആ മാർക്കോ ആരാന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതേസമയം മഹി ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. സമയത്ത് ഇങ്ങനെ കണ്ണൻ ചോദിക്കേണ്ടത്, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കേണ്ടത്. ഞാൻ ആ മാർക്കോയെ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ 2 പേരെയും രക്ഷിച്ചത് ഒരാൾ തന്നെയാണെന്നാണ് എൻ്റെ സംശയം. അത് മാർക്കോ തന്നെയാണ് തോന്നുന്നു. എന്തായാലും ശരി, മാർക്കോ എന്തായാലും കണ്ടുപിടിക്കണം നമുക്ക് എന്നിങ്ങനെ പറയണേ. എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴില്ല. എന്തായാലും നന്മ നിറഞ്ഞ ആളാണ് അയാളെ എനിക്ക് എന്തായാലും കണ്ടെത്തണം എന്നിങ്ങനെ മഹി പറയണം കേട്ടോ. തോമസ് വൈദ്യരുടെ അവിടേക്ക് എന്തായാലും വരുമല്ലോ, അപ്പോൾ എന്തായാലും നമുക്ക് കാണാം എന്നിങ്ങനെ കണ്ണൻ പറയണം. അതിനുശേഷം മേഘം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ രാവിലെ മഞ്ജു പേപ്പർ വായിച്ചിട്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. ഒരു ചായ ചോദിച്ചു, എനിക്ക് ചായ ഇടാൻ അറിയില്ല, അനിയത്തിയോട് പറയേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം സ്വാതി ഇങ്ങനെ വരുന്നുണ്ടോ, ഒരു ചായ ഇടടി പറയുക, അതേ ഭാര്യയോട് പറയേ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. എനിക്ക് ചായ ഇടാനല്ല ഞാനിവിടെ അങ്ങനെ വരുന്നത് എന്നിങ്ങനെ പറഞ്ഞ് അവർ 2 പേരും വഴക്ക് പോലെ ഇങ്ങനെ കൂടുകയാണ് കേട്ടോ. ശരി ശരി, നിങ്ങൾ വഴക്ക് കൂടണ്ട, നിർത്തിന്നെന്നിങ്ങനെ പറയണം. അതേസമയം വാമദേവൻ ഇങ്ങനെ വരികയാണ് കേട്ടോ. ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരികയാണ്. ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നതും ആരാ അത് ചെയ്തത് എന്ന് ചോദിക്കണം. ചെയ്തത് മാർക്കോ ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട്, പ്രതാപൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അയാൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മാർക്കോ ആണെന്ന് വിളിച്ച് പറഞ്ഞു. ഞാനേതായാലും പ്രതാപനോട് പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. ഇത് പിന്നീട് ഒരു ചായ ഇട്ടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും പ്രശ്നമാക്കണം കേട്ടോ. അതേസമയം വാമദേവൻ പറയും, നിങ്ങളിങ്ങനെ വഴക്ക് കൂടാതിരിക്കുന്നു എന്നിങ്ങനെ പറയണം. ഏതായാലും ശരി, സോതി മഞ്ജും കൂടി വഴക്കിൻ്റെ ഒരു വശം എത്തുകയാണ് കേട്ടോ. പിന്നീട് സീമന്തൻ ഇങ്ങനെ പറയുന്നുണ്ട്, 2 പേരും അടുക്കളപ്പണി പഠിക്കണം, അതേ സ്വയം വീട്ടിൽ നിന്ന് പഠിച്ച് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേരും ഇങ്ങനെ പറയണം കേട്ടോ. പിന്നീട് മേഘനാഥൻ മാർക്കോയെ പോലീസുകാരൻ വഴി തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. നിനക്കൊരു കേസ് കിട്ടിയിട്ടുണ്ട്, ഒരു പെണ്ണാണ് കേസ് തന്നിരിക്കുന്നത്, നീ റോഡിൽ നിന്ന് പീഡിപ്പിച്ചു എന്നിങ്ങനെ പറയുന്നു. സാറേ, ഞാനതൊരിക്കലും ചെയ്യില്ല എന്നുള്ളത് സാർക്ക് അറിയാലോ ചോദിച്ചു. ശരിയാണ്, എനിക്കറിയില്ല, പക്ഷേ ഒരു പെണ്ണ് കേസാണ്, അതുകൊണ്ട് നിന്നെ ജീപ്പിൽ തന്നെ കയറ്റി കൊണ്ടുപോകണമെന്നാണ് ഓർഡർ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ വണ്ടിയിൽ വരാം എന്നിങ്ങനെ പറയുന്നു. വണ്ടിയിൽ വരണ്ട, നീ എന്തായാലും ജീപ്പിൽ തന്നെ കയറിയിട്ട് വരണം എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നെന്തായാലും ജാമ്യത്തിൽ ഇറക്കുക എന്ന് കൂടെയുള്ള ആളോട് പറഞ്ഞതിന് ശേഷം ജീപ്പിൽ തന്നെ കയറി പോവുകയാണ് കേട്ടോ. അതേസമയം വാമദേവനോട് മേഘനാഥൻ പറയുന്നുണ്ട്, മാർക്കൊക്കെ കിട്ടി ഞാൻ നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് അച്ഛ എന്നിങ്ങനെ സന്തോഷത്തോടു കൂടി വന്ന്